ഈദുൽ അദ്ഹ യുഎഇയിൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് 4 ദിവസത്തെ അവധി. ഈദ് അവധി ജൂൺ 5 വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. തുടർന്ന് ജൂൺ 12 തിങ്കളാഴ്ചയായിരിക്കും സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഔദ്യോഗിക ജോലികൾ പുനരാരംഭിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമം, മണി എക്സ്ചേഞ്ചിന് 10 കോടി ദിർഹം പിഴ. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയ മണി എക്സ്ചേഞ്ചിനാണ് യുഎഇ സെൻട്രൽ ബാങ്ക് വൻ തുക പിഴ ചുമത്തിയത്. അതേസമയം മണി എക്സ്ചേഞ്ചിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഒരാഴ്ചക്കിടയിൽ ഇത് രണ്ടാമത് ധനകാര്യ സ്ഥാപനമാണ് ഇതേ കുറ്റത്തിന് പിടിയിലാവുന്നത്. ഈദുൽ അദ്ഹ അബുദാബിയിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. ഈദിന്റെ ആദ്യ 3 ദിനങ്ങളിൽ യാസ് ഐലൻഡിൽ വർണ്ണാഭമായ പരിപാടികളാണ് നടക്കുന്നത്. രാത്രി 9 മണിക്ക് വെടിക്കെട്ട് നടക്കും. യാസ് ദ്വീപിന്റെ തീം പാർക്കുകളിലേക്ക് കുട്ടികൾക്ക് സൗജന്യ പ്രവേശനവും അനുവദിക്കുന്നുണ്ട്. യുഎഇയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കം, പരസ്യം എന്നിവ നൽകുന്ന മാധ്യമങ്ങൾക്ക് 10 ലക്ഷം ദിർഹം പിഴ. കുറ്റം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കുമെന്നും യുഎഇ മീഡിയ കൗൺസിൽ മുന്നറിയിപ്പ് നൽകി. ആരോഗ്യ പരസ്യങ്ങൾ മുതലായവ സൂക്ഷ്മതയോടെ നൽകിയില്ലെങ്കിൽ പിടിവീഴും. മാധ്യമങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കുന്നതിനായി സംയോജിത സംവിധാനം ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. ദുബായിൽ ഇത് ഷോപ്പിംഗിന്റെ ഉത്സവകാലം. 90% വരെ വിലക്കിഴിവ്. നാളെ മുതൽ 3 ദിവസത്തേക്കാണ് സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെ 500-ലധികം ബ്രാൻഡുകൾക്ക് 90% വരെ വിലക്കിഴിവ് പ്രഖ്യാപിച്ചിരിക്കുന്ന സൂപ്പർ സെയിൽ നടക്കുന്നത്. ദുബായിലെ 2500-ലധികം ഔട്ട്ലെറ്റുകളിലും 3 ദിവസത്തെ ബമ്പർ വിൽപ്പന നടക്കും. സൗദി അറേബ്യയിലെ അൽക്കോബാറിൽ ടാങ്കർ ലോറി തട്ടി കണ്ണൂർ സ്വദേശി മരിച്ചു. മുണ്ടയാട് സ്വദേശി നന്ദനം വീട്ടിൽ EP ഉന്മേഷാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. വാട്ടർ കമ്പനിയിൽ വാച്ച്മാനായി ജോലി ചെയ്തു വരികയായിരുന്ന ഉന്മേഷ് നാട്ടിലേക്ക് മടങ്ങാനിരിക്കവെയാണ് അപകടം സംഭവിച്ചത്. സൗദി അറേബ്യയിലെ ദമാമിൽ എറണാകുളം സ്വദേശിനി ഹൃദയാഘാതം മൂലം അന്തരിച്ചു. പാലാരിവട്ടം പല്ലിശ്ശേരി റോഡ് ചക്കാലക്കൽ വയോള സൂസി ഫ്രാൻസിസ് ആണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. ഭർത്താവ് ഫ്രാൻസിസ് ജോർജ് ദമാമിൽ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ്. ദുബായ് KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിച്ചു. മലപ്പുറം ജില്ലാ KMCCക്ക് കീഴിലുള്ള സ്മാർട്ട് എഡ്യൂക്കേഷൻ ആൻഡ് എൻഡോമെന്റ് വിംഗ് സംഘടിപ്പിച്ച ടാലന്റ് ഈവ് 2025 എന്ന ചടങ്ങിലാണ് 200ഓളം വിദ്യാർത്ഥികൾ ആദരം ഏറ്റുവാങ്ങിയത്. ഡോക്ടർ പുത്തൂർ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സിദ്ദീഖ് കാലൊടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൈനുൽ ആബിദീൻ, ഡോക്ടർ അൻവർ അമീൻ, PK ഫിറോസ്, സലാം പരി, നിഷാദ് പുൽപ്പാടൻ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ റാഷിദ് ഗസാലി ക്ലാസ് എടുത്തു. AP നൌഫൽ സ്വാഗതവും CV അഷ്റഫ് നന്ദിയും പറഞ്ഞു.